വന്നിരിക്കുന്നത് ഒരു ക്രീം റിവ്യൂ ആയിട്ടാണ്. ഒരുപാട് റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം റിവ്യൂ ആണ്. അപ്പൊ നമ്മൾ ഒരുപാട് സംസാരിച്ച സമയം കളഞ്ഞില്ല, വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ പുതുതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന ചെറിയ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണിക്കും. അതിൽ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തെങ്കിൽ മാത്രമേ എന്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഏതായാലും വീഡിയോ കാണാം. സ്കിൻ ലൈറ്റിന്റെ ക്രീമും സ്കിൻ ഷൈൻ ക്രീമും തമ്മിൽ വലിയ രീതിയിൽ ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ആദ്യമേ പറയട്ടെ. കാരണം രണ്ടും ഒരേ സാധനം തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ബ്രാൻഡ്സ് ആണെന്ന് മാത്രം. അതായത് 2 ബ്രാൻഡിന്റെ സംഭവങ്ങൾ മാത്രമാണ്. അതായത് നമ്മുടെ സ്കിൻ ലൈറ്റ് ക്രീമിൽ എന്താണോ അടങ്ങിയിരിക്കുന്നത് അതേ സംഭവങ്ങൾ തന്നെയാണ് സ്കിൻ ഷൈൻ ക്രീമിലും അടങ്ങിയിരിക്കുന്നത്. 3 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ മുൻപേ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈഡ്രോക്വിനോൺ, ടെട്രിനോൾ ആൻഡ് മൊമെന്റ് സ്റ്റോൺ. അപ്പൊ ഈ 3 സംഭവങ്ങളാണ് നമ്മുടെ സ്കിൻ ഷൈൻ ക്രീമിലും മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഈ 3 കാര്യങ്ങളും വളരെ ഹൈ ലെവലിലുള്ള സ്റ്റീരിയോയിഡ്സ് ആണ്. ഈ സ്റ്റീരിയോയിഡ്സ് ആണ് നമ്മുടെ സ്കിന്നിനെ ശരിക്കും എന്താ പറയാ നല്ലതും മോശവും ആക്കാൻ എന്താ പറയാ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ സ്കിൻ ഷൈൻ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരും ഒന്നും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ടല്ല ഉപയോഗിക്കുന്നത്, വെളുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ശരിക്കും ഈ ക്രീമുകൾ വെളുക്കാൻ വേണ്ടി ഉള്ളതല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ ഇത് നമുക്കൊരാൾക്ക് എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇനി ആക്നെ പോഴ്സ് അങ്ങനെ വല്ലാണ്ടൊക്കെയുള്ള ആൾക്കാർക്കാണ് ഒന്ന് അതിൽ നിന്നും ചെറിയ രീതിയിലേക്ക് മോചനം കിട്ടിക്കോട്ടെ എന്ന് വെച്ചാണ് അവർ കൊടുക്കുന്നത്. അല്ലാണ്ട് അവർക്ക് കൊടുക്കാൻ നിർബന്ധിതരായിട്ടല്ല കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. അതായത് സ്കിൻ ഷൈൻ ആയാലും സ്കിൻ ലൈറ്റിന്റെ ക്രീം ആയാലും നിങ്ങൾ ആരും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ സ്കിൻ ഏജിങ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താ നമ്മുടെ റിങ്കിൾസ് മാറാൻ, അല്ലെങ്കിൽ മുഖത്തെ നമ്മുടെ കല വന്നിട്ടുള്ള കുരുക്കള്, ഇപ്പൊ ഹോർമോണൽ ഡിസീസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് കുരുവൊക്കെ വന്നാല് PCOD ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയായിരിക്കും, മുഖത്ത് കുരു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കറുപ്പ് കലയായിട്ട് മാറും. എന്റെ മുഖത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നത് മൊത്തത്തിൽ ഈ ഒരു ഭാഗത്തൊക്കെ മുഴുവനായിട്ട് അങ്ങനത്തെ കലയായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്രീംസിനെയും അല്ലെങ്കിൽ എനിക്കൊരു 2 വർഷം മുമ്പ് വരെ മുഖത്തൊക്കെ വളരെയധികമായിട്ട് കുരുവൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുരു വന്നാൽ ഒന്നിക്ക് ഞാൻ പൊട്ടിക്കും, അല്ലെങ്കിൽ താരെ അതിന് കളയാവും. സോ അങ്ങനെ ഒരുപാട് എന്റെ മുഖത്ത് ഒരുപാട് കുരു ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ എന്താ പറയുക DIYs ചെയ്യണമെന്നോ അല്ലെങ്കിൽ ക്രീംസ് വെച്ചത് പോക്കണം എന്നുള്ള യാതൊരു ചിന്ത എനിക്കില്ലായിരുന്നു. സോ അതിനെ ഞാൻ എന്റെ വഴിക്ക് വിട്ടു. പിന്നെ എനിക്ക് തോന്നി ഇത് ഭയങ്കര ബോറായിട്ട് ഇരിക്കുകയാണ് മുഖം. കാരണം നമുക്ക് കയ്യിലോ കാലിലൊക്കെ മുറിവ് വന്നു കഴിഞ്ഞാല് നമുക്കത് ഓക്കെ ഫൈനൽ വിടാം. പക്ഷെ മുഖത്തേക്ക് ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പാട് വരുമ്പോൾ പിന്നെയാണ് എനിക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ഇത് വളരെ ബോറാണ്. നമ്മളൊരു കറുപ്പ് പൊട്ടൊക്കെ തരുമ്പോൾ ഇവിടെയും കറുപ്പ് പൊട്ട്, ഇവിടെ മൊത്തത്തിൽ കറുപ്പ് കുത്തുകള്. പിന്നെ ഞാനത് വളരെ പതുക്കെ മാറ്റി. സോ അതിന് ഞാനൊരു ക്രീം യൂസ് ചെയ്തു. അതിന്റെ വീഡിയോ പുറകിലേ വരും. ഓക്കെ, അപ്പൊ ഫൈൻ, നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ സ്കിൻ ഷൈൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു മെയിനായിട്ട് ഏജിനിങ് അല്ലെങ്കിൽ റിങ്കിൾസും ആക്നീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഡോക്ടേഴ്സ് പ്രിവെന്റ് ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം അല്ല. പക്ഷെ ഇത് ഉപയോഗിക്കുന്നതിന് നമ്മുടെ സ്കിൻ ബേൺ ആവുകയാണ് ചെയ്യുന്നത്. ഈ ബേണിംഗ് സെൻസേഷൻ വഴി നമ്മുടെ ഫസ്റ്റത്തെ തൊലിനെ അത് മൊത്തത്തിൽ ബേൺ ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ സ്കിന്ന് വളരെ എന്താ പറയാ വളരെ നമ്മുടെ ഉള്ളിലുള്ള സ്കിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവര് ആ സ്കിന്നുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ സ്കിന്ന് കുറെയൊക്കെ നിറം വെച്ചിട്ടായിട്ട് നമുക്ക് തോന്നുക. അപ്പൊ ഡെയിലി നമ്മൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ അതോടെ നിന്നോളും. പക്ഷെ നമ്മളിത് പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ, അത് ഇത് എന്നല്ല ഏതൊരു ക്രീം നമ്മൾ നിർത്തുകയാണെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും ഇതിനൊരു എന്താ പറയാ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. സോ ആ സൈഡ് എഫക്റ്റ് ഇവിടെയും വരും. ഇത് ഇവിടെ നിർത്തിയാലും ഇല്ലെങ്കിലും സൈഡ് എഫക്റ്റ് വരും. എന്നാലും നിർത്തിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ല രീതിയിൽ സൈഡ് എഫക്റ്റ് വരും. അതായത് പോയ കലകള് അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഇല്ലാത്ത കലകള്, കുരുക്കള്, ഇതൊക്കെ നമ്മുടെ മുഖത്ത് പൊന്താൻ തുടങ്ങും. സോ ഈ പൊങ്ങുന്ന വഴിയാണ് ഓരോരുത്തരും അടുത്ത ക്രീംസിന്റെ തേടി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു ക്രീം തേച്ച് അതിന്റെ സൈഡ് എഫക്റ്റ് വന്ന ഉടനെ അത് നിർത്തിയിട്ട് അടുത്ത ക്രീമിലേക്ക് ചാടുക. അതായത് ഇന്ന ക്രീം തേച്ച് മാറുന്ന ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ ഉടനെ അതെടുത്തിട്ട് തേച്ചിട്ട് വീണ്ടും എക്സ്ട്രാ പ്രശ്നങ്ങളാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആദ്യമേ പറയട്ടെ, നമ്മളിപ്പോ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് ആ ക്രീം നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ക്രീമിലേക്ക് കടക്കാണ്ടിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിന്ന് ഓൾറെഡി ഈ ഒരു ക്രീമുമായിട്ട് പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ക്രീമുമായിട്ട് അടുത്തിരിക്കാം. അപ്പൊ പെട്ടെന്ന് അത് നിർത്തിയിട്ട് നമ്മൾ വേറെ ക്രീം ആക്കുമ്പോഴേക്കും രണ്ടും കൂടെ ക്ലാഷ് ആവും. ഈ ക്ലാഷ് ആവുമ്പോൾ നമ്മുടെ സ്കിന്ന് ശരിക്കും വളരെ എന്താ പറയാ വളരെ നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആവും. സോ അതുകൊണ്ട് നിങ്ങളിപ്പോ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒബ്വിയസ്ലി നിർത്തി കഴിഞ്ഞ ശേഷം ഒരു 1.5 മാസം ഓൺലി നിങ്ങൾക്ക് അലോവേര ജെൽ മാത്രം ഉപയോഗിക്കാം. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയാ
നമ്മുടെ സൺസ്ക്രീൻ ഉണ്ടല്ലോ, സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു റെമഡി എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം മെയിൽ അയക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അലോവേര ജെൽ. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ നാച്ചുറൽ എല്ലാവർക്കും ഒന്നും ശരിയാവില്ല. കാരണം അതിൽ ചിലപ്പോൾ ഒരു അലർജി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷോപ്പിലൊക്കെ ഇപ്പോൾ അലോവേര ജെല്ല് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അലോവേര ജെല്ല് വാങ്ങിച്ചിട്ട് തേക്കുക. ഓക്കെ, ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ്ലി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ സ്കിൻ ഷൈനിനെ കുറിച്ച് എനിക്ക് ഒരുപാട് സംസാരിക്കാനൊന്നുമില്ല. കാരണം സ്കിൻ ലൈറ്റും സ്കിൻ ഷൈനും സെയിം ആണ്. 2 ബ്രാൻഡ്സ് ആണല്ലോ, ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ആൻഡ് ഞാൻ സ്കിൻ ലൈറ്റിന്റെ റിവ്യൂ ഓൾറെഡി നമ്മുടെ ഐ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ അതിനെ നമുക്ക് എങ്ങനെ അതിന്റെ സൈഡ് എഫക്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കിയേക്കുക. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ക്രീമിന്റെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അത് ഒബ്വിയസ്ലി സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇത് വന്ന് കണ്ടാലും അല്ലെങ്കിൽ ഇത് കണ്ടിട്ടൊന്നും അത് കണ്ടാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീട്ടിൽ കാണുമായിരിക്കും.